മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത സൗകുമാര്യമുള്ള മുഖമാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടികളിൽ ഒരാളായ സുകുമാരി അല്ലേ. അപ്പോൾ സുകുമാരിയുടെ കഥാപാത്രങ്ങൾ ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് സുകുമാരിയുടെ ഓർമ്മയ്ക്കായി ഒരു മ്യൂസിയം സജ്ജമാക്കിയിരിക്കുകയാണ്. നൂറുൽ ഇസ്ലാം സർവകലാശാലയിലാണ് ഈ ഓർമ്മ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് വിശേഷങ്ങൾ കാണാം. സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയുടെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയത്. വെളിത്തിരയിൽ കാൽ നൂറ്റാണ്ടിലധികം നിറഞ്ഞുനിന്ന സുകുമാരിയുടെ ഓർമ്മകൾ പറയുന്നതാണ് മ്യൂസിയം. സിനിമ, നാടകം, ടെലിവിഷൻ എന്നീ രംഗങ്ങളിൽ സുകുമാരി ചെയ്ത വേഷങ്ങൾ, പത്മശ്രീ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ, വ്യക്തിഗത വസ്തുക്കൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുകുമാരി എന്ന പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ ജീവിതം വരും തലമുറയ്ക്കായി സമർപ്പിക്കാൻ നൂറുൽ ഇസ്ലാം സർവകലാശാലയിലെ 7 ഏക്കറിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മ്യൂസിയത്തിന് പുറമെ സിനിമാ വിദ്യാർത്ഥികൾക്ക് ഏരീസ് ഗ്രൂപ്പിന്റെ 120 സീറ്റിംഗ് മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഡബ്ബിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്യൂട്ട്, ട്യൂൺസ് ഇൻക്യുബേഷൻ സെന്റർ, VFX ആനിമേഷൻ സ്റ്റുഡിയോ, അത്യാധുനിക പഠനമുറികൾ ഉൾപ്പെടെ സജ്ജമാക്കും. ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയ ബാല്യം മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി 1000-ലധികം സിനിമകളിൽ നിറഞ്ഞ അഭിനയ ജീവിതത്തിന്റെ നാൾ വഴികളും ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടും. മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനവും അത്യാധുനിക ഡബ്ബിംഗ് എഡിറ്റിംഗ് സ്യൂട്ടിന്റെ ഉദ്ഘാടനവും നടൻ സുരേഷ് കൃഷ്ണ നിർവഹിച്ചു. ചേച്ചിയുടെ പേരിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മൾട്ടിമീഡിയ സ്കൂളിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. വന്നപ്പോൾ ചേച്ചിയുടെ ഒരുപാട് കളക്ഷൻസ് ഇവര് കളക്ട് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയെന്ന് മാത്രമേ എനിക്ക് പറയാം. കാരണം ഒത്തിരി ഓർമ്മകൾ, ചേച്ചിയുടെ കൂടെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറയാ വന്ന് കയറി വരുമായിരുന്നു. നിംസിൽ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ സുകുമാരി നിംസ് മെഡിസിറ്റിക്ക് നൽകിയതാണ് പത്മശ്രീ ഉൾപ്പെടെയുള്ള ബഹുമതികളും പുരസ്കാരങ്ങളും. സുകുമാരിയുടെ കൈപ്പടയിലെ ഡയറികൾ, ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, വാച്ചുകൾ, മേക്കപ്പ് ബോക്സുകൾ, ബാഗുകൾ, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനയും ഇരിപ്പിടവും പ്രശംസാപത്രങ്ങൾ തുടങ്ങിയവയും ഇവിടെ കാണാൻ കഴിയും. ന്യൂസ് 18 തിരുവനന്തപുരം.